ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി മൻ തഅല്ലമ വഅല്ലം നബിയ്യിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കൽപ്പനകൾ ഓരോ സത്യവിശ്വാസിയോടും കൽപ്പിക്കുന്നുണ്ട്. ഇഖാമിസ് സ്വലാഹ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഈതാഇ സക്കാത്ത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് തുടങ്ങുന്ന ധാരാളം കൽപ്പനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഓരോ സത്യവിശ്വാസിയോടും കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനോടെല്ലാം വിപരീതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന പറയുമ്പോൾ, സത്യവിശ്വാസികളോട് കൽപ്പിക്കുമ്പോൾ, അതിൽ മാത്രം, ആ ഒരു കൽപ്പനയിൽ മാത്രം നിങ്ങൾ ധാരാളമായി ചെയ്യണം എന്ന ഒരു വാക്ക് വർദ്ധിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ്, ആ സൂറത്തിലൊരു വചനം, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാത് വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാതി വസ്സായിമീന വസ്സായിമാതി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ഈ ഒരു വചനം നമ്മൾ മറികടന്നു പോകുമ്പോൾ 10 കാര്യങ്ങൾ കൊണ്ടാണ് സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതിലാദ്യമായി പറഞ്ഞ 9 കാര്യങ്ങൾ, നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ, സ്വതക്ക ചെയ്യുവാൻ, അല്ലെങ്കിൽ അവയവങ്ങളെ കൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് തുടങ്ങുന്ന കൽപ്പനകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ 10ാമതായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വ്യത്യസ്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, ധാരാളമായി നിങ്ങൾ ദിക്ർ ചെയ്യുക എന്നതാണ്. നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നിങ്ങൾ ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് കൽപ്പിക്കുന്നില്ല. ഇഖാമിസ് സ്വലാത്ത്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഈതാഇ സക്കാത്ത്, നിങ്ങൾ സക്കാത്ത് നൽകണം എന്നതൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഓർക്കണം എന്ന് പറയുമ്പോൾ മാത്രം കസീറ എന്നൊരു വാക്ക് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ഓർക്കണം എന്ന് പറയുമ്പോൾ മാത്രം കസീറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? മറ്റുള്ള കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമാണുള്ളത്. എന്നാൽ പോലും മറ്റുള്ള കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമയമോ അല്ലെങ്കിൽ ഒരു കാലമോ ഒന്നും വിലക്കേർപ്പിക്കപ്പെടാത്ത ഒരു കർമ്മമായിട്ടാണ് ഈ ഒരു ദിക്റിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിസ്കാരത്തിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ സ്വലാത്ത ബഅദ സുബ്ഹി ഹത്താ തത്ലുഅൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം നിങ്ങൾ നിസ്കരിക്കുവാൻ പാടില്ല. വലാ സ്വലാത്ത ബഅദൽ അസ്രി ഹത്താ തഗീബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം നിങ്ങൾ നിസ്കരിക്കുവാൻ പാടില്ല. കാരണം ഇതര മതസ്ഥർ ആരാധിക്കുന്ന അവരുടെ ആരാധന സമയത്തിൽ നിന്ന് വ്യത്യസ്തമാകുവാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചത്. ഇനി ഒരുവൻ ആ സമയത്ത് ഉറങ്ങിപ്പോയി, അസറിൻ്റെ സമയത്ത് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അവന് ആ അസർ ആ സമയത്ത് നിസ്കരിക്കാം. അല്ലെങ്കിൽ സുബഹിൻ്റെ സമയത്ത് ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ട് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിസ്കരിക്കാം എന്നതല്ലാതെ പ്രത്യേകപരമായിട്ടുള്ള ഒരു നിസ്കാരം ഈ ഒരു സമയത്ത് നിസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്തെ വഖ്തു നഹി എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി ധാരാളം കർമ്മങ്ങൾ, ധാരാളം പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് പരിശുദ്ധ ഖുർആൻ്റെ പാരായണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശുദ്ധിയുള്ളവനായിരിക്കെ ഒരിക്കൽ പോലും പരിശുദ്ധ ഖുർആൻ ഓതുന്നു എന്ന നിലക്ക് അതിനെ ഓതുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്ന ഈ കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ, അഥവാ ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യാതൊരു ദിവസമോ അല്ലെങ്കിൽ സമയമോ സന്ദർഭമോ അശുദ്ധിയുള്ളവനോ ഇല്ലാത്തവനോ എന്നിരിക്കട്ടെ, ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സമയത്തും നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ദിക്ർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ ദിക്റിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ധാരാളമായി നിങ്ങൾ ദിക്ർ ചെയ്യുകയാണെങ്കിൽ വിജയിക്കുവാൻ സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഒരുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യാതെ
അവനെ ഓർക്കാതെ, സ്തുതിക്കാതെ, സ്മരിക്കാതെ അവൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അവനിൽ വന്നു ചേരുന്നത് വളരെ വലിയ വിപത്താണ് എന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ദിക്ർ ചെയ്യുന്നവനെയും ചെയ്യാത്തവൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അത് മരിച്ചു പോയവനും ജീവിച്ചിരിക്കുന്നവനെയും പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു മനുഷ്യനിൽ നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ, നിരന്തരമായി അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുന്നവനാണ് എങ്കിൽ അവനിൽ പ്രത്യേകമായും 3 കാര്യങ്ങളാണ് അനുഗ്രഹമായി ഉണ്ടായിത്തീരുന്നത്. അതിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്താണ്. അഥവാ ഏതൊരു കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സാമീപ്യം ആ മനുഷ്യനുണ്ടായിത്തീരുമെന്നതാണ്. ഖുദ്സിയായിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അന ഇൻദ ളന്നി അബ്ദി ബിഹി. എന്നെക്കുറിച്ച് ഒരു മനുഷ്യൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് ആ നിലക്കാവും ഞാൻ ആ മനുഷ്യനോട് നിലകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വീണ്ടും പടച്ചവൻ പറയുന്നത്, വ അന മഅഹു ഇദാ ദക്കറനി. എന്നെക്കുറിച്ച് ഒരുവൻ ഓർക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ ഒപ്പമുണ്ടാകും എന്നതാണ്. വ ഇൻ ദക്കറനി ഫീ നഫ്സി. ഇനി ഒരു മനുഷ്യനെങ്ങാനും അവൻ്റെ ഹൃദയത്തിൽ എന്നെ ഒന്ന് ദിക്ർ ചെയ്യുകയാണെങ്കിൽ ദക്കർതുഹു ഫീ നഫ്സി. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ആ മനുഷ്യനെ ഓർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി അതൊന്നുമല്ല, വ ഇൻ ദക്കറനി ഫീ മലഇൻ. ഒരു സദസ്സിൽ വെച്ച് അവൻ എന്നെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ, അഥവാ എന്നെക്കുറിച്ച് വാഴ്ത്തുന്ന, എന്നെക്കുറിച്ച് പുകഴ്ത്തുന്ന ഒരു സദസ്സിലെങ്ങാനും എൻ്റെ ഒരു അടിമ പോയി ഇരിക്കുകയാണെങ്കിൽ ആ അടിമയെ ദക്കർതുഹു ഫീ മലഇൻ ഖൈറും മിൻ. ഉന്നതന്മാരായ മലക്കുകൾ സംഗമിക്കുന്ന ആ സദസ്സിൽ വെച്ച് നാം ഓർക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏറിയ ഒരു രംഗമാണ് യുദ്ധത്തിൻ്റെ രംഗം എന്നത്. ആ സമയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫത്ബുതു. സത്യവിശ്വാസികളെ, നിങ്ങളെങ്ങാനും നിങ്ങളെ ആക്രമിക്കുവാൻ വരുന്ന ഒരു സൈന്യത്തെ കാണുകയാണെങ്കിൽ ഫത്ബുതു, നിങ്ങളവിടെ ഉറച്ചു നിൽക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം വദ്കുറുല്ലാഹ കസീറൻ, ധാരാളമായി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുകയും ചെയ്താൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുത്തെ വീട്ടുജോലിയുടെ ഭാരം കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എൻ്റെ വീട്ടുജോലിയുടെ ഭാരം കാരണത്താൽ എൻ്റെ കയ്യിൽ ഇതാ തഴമ്പ് കെട്ടിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് താങ്കൾ എനിക്കൊരു ഖാദിമിനെ നിശ്ചയിച്ച് തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നൽകിയ മറുപടി എന്നത്, ഖാദിമിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള നിൻ്റെ ജോലികൾ എളുപ്പത്തിൽ തീരുന്ന ഒരു കാര്യം നിനക്ക് ഞാൻ പഠിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു നൽകുന്നത്, ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഈ ദിക്ർ പതിവാക്കുകയാണെങ്കിൽ ഫഹുവ ഖൈറുൻ ലകുമാ മിൻ ഖാദിം, അതാവും ഒരു ഖാദിമിനെ നിശ്ചയിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത, നിൻ്റെ ജോലികൾ എളുപ്പമായി തീരുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടായിത്തീരുന്ന സൗഭാഗ്യം എന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മഅയ്യത്താണ് എന്നതാണ്. രണ്ടാമതായി ആ മനുഷ്യനിൽ ഉണ്ടായിത്തീരുന്ന സൗഭാഗ്യം തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോകില്ല എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഗുഹയിൽ അകപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രം അവിടുത്തെ ഹദീസിലൂടെ പറയുന്നുണ്ട്. അതിൽ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എനിക്ക് എൻ്റെ ഒരു മോളുണ്ടായിരുന്നു. ആ മോളുമായി ഞാനൊരു നീച പ്രവൃത്തിയിൽ ഏർപ്പെടുവാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അവരെന്നോട് പറയുന്നത് നീ അല്ലാഹുവിനെ ഓർക്കണം എന്നത്. ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓർമ്മ വരികയും ഞാൻ ഏതൊരു തരത്തിലുള്ള നീച പ്രവൃത്തിയിലാണോ ഏർപ്പെടുവാൻ നിന്നത് ആ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുകയും ചെയ്തു പടച്ചവനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് താൻ ചെയ്ത ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ അകപ്പെട്ടു പോയ ആ മുസീബത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ഓർമ്മ നിരന്തരമായി ഉണ്ടാവും എങ്കിൽ അവനിലുണ്ടായിത്തീരുന്ന രണ്ടാമത്തെ സൗഭാഗ്യം എന്നത് തെറ്റുകളിൽ നിന്നെല്ലാം
വിട്ടു നിൽക്കുവാൻ സാധിക്കും എന്നതാണ്. മൂന്നാമതായി, നമുക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കാത്ത സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയും അദ്ദേഹത്തോട് പറയുകയാണ്, ഇന്ന ശറാഇ അൽ ഇസ്ലാമി ഖദ് ഖസറത് അലൈ. അള്ളാഹുവിൻ്റെ റസൂലെ, തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ ശർഈയായിട്ടുള്ള നിയമങ്ങൾ, നിയമ നടപടികളെല്ലാം അധികരിച്ചതാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനും ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സൽക്കർമ്മങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ പോലും പറഞ്ഞു തീർക്കുവാൻ സാധിക്കൂല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് ആ സൽക്കർമ്മങ്ങൾ മുഴുവൻ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി, അതുകൊണ്ട് താങ്കൾ എനിക്കൊരു കാര്യം പറഞ്ഞു നൽകണം. ഞാൻ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കാതെ പോയ ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലവും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എനിക്ക് ലഭിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി, നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള സ്മരണയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ് ഉണ്ടാക്കി തീർത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്കുള്ള പ്രതിഫലങ്ങളെല്ലാം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, സത്യവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇരുത്തത്തിലും കിടത്തത്തിലും നിൽക്കുമ്പോഴെല്ലാം അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഓർക്കുന്നവരായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറേ പ്രതിഫലം വാരിക്കൂട്ടുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുക എന്ന ഈ ഒരു കർമ്മം. അതുകൊണ്ട് നമ്മളിൽ എല്ലാവരിലും ഈ കർമ്മം ഉണ്ടാക്കി തീർക്കുവാൻ, നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലും സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്ത് ജീവിക്കുവാൻ പടച്ചവൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.